നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കർഷകരോട് ബി.ജെ.പിക്ക് പ്രതികാര മനോഭാവമെന്ന് ഇ.പി. ജയരാജൻ. ഇതിനുള്ള പ്രത്യക്ഷ ഉദാഹരണമാണ് ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റ്. നാടിനോട് കൂറില്ലാത്ത സംഘപരിവാറുകാർ ആത്മഹത്യ ചെയ്തതാണ് നല്ലത് എന്നും ഇ.പി. കാർഷിക പുനരാവിഷ്കരണ പരിപാടി മഴപ്പൊലിമയുമായി അഴീക്കോട് ഗ്രാമപഞ്ചായത്ത്. ചേറാണ് ചോറ് ക്യാമ്പയിൻ ലക്ഷ്യം കാർഷിക സമൃദ്ധി തിരികെ കൊണ്ടുവരിക. പരിപാടി സംഘടിപ്പിക്കുന്നത് പാടശേഖര സമിതിയും വിവിധ സന്നദ്ധ സംഘടനകളും സംയുക്തമാണ്. ലോക മുങ്ങിമരണ നിവാരണ ദിനം. ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി വനിതകൾക്കായി കായൽ ക്രോസിംഗ് നടത്തി. നീന്തിക്കടന്നത് രാമന്തളി ഏറൻ പുഴ. നീന്തൽ പഠന വിഷയമാക്കിയാൽ ഒരു പരിധിവരെ മുങ്ങിമരണങ്ങൾ ഒഴിവാക്കാമെന്നും നിർദ്ദേശം. വാർത്തകൾ വിശദമായി. കാർഷിക രംഗത്തെ പൂർണ്ണമായും അവഗണിച്ച ബജറ്റിലൂടെ കേന്ദ്ര സർക്കാർ കർഷകരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും കർഷകരോട് ബി.ജെ.പിക്ക് പ്രതികാര മനോഭാവമാണെന്നും അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ വൈസ് പ്രസിഡന്റ് ഇ.പി. ജയരാജൻ. കേന്ദ്ര സർക്കാരിന്റെ കർഷക ദളിത് വേട്ടകൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്ക് കേരളീയരായിട്ടുള്ള നമുക്കെല്ലാം അറിയാം, ഇവിടെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി കൃഷിക്കാര് പോത്തിനെ വളർത്തും. അത് കാർഷിക മേഖലയിലെ ഒരു തൊഴിൽ മേഖലയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ക്ഷീരോത്പാദകരായിട്ടുള്ള ധാരാളം കൃഷിക്കാരുണ്ട്. അവർ ക്ഷീരോത്പാദന രംഗത്ത് സജീവമാണ്. നമ്മുടെ കേരളം തന്നെ ക്ഷീരോത്പാദക രംഗത്ത് സ്വയം പര്യാപ്തതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ തന്നെ അടിസ്ഥാനം കൃഷിക്കാർ ഈ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്. ഇവിടെ നല്ല ഇനം പശുക്കൾ ഇതിനെയെല്ലാം കൊണ്ടുവരികയും സംസ്ഥാനങ്ങൾ വിട്ട് സഞ്ചരിക്കുകയും ചെയ്യുന്നതൊക്കെ സാധാരണമാണ്. കേരളത്തിലാണെങ്കിൽ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ഇത്തരത്തിൽ ധാരാളം നമ്മുടെ പോത്തിനെയും ആടിനെയും കോഴിയെയും അതുപോലെ പശുക്കളെയും ഒക്കെ കൊണ്ടുവരികയും വളർത്തുകയും അതിൽ നിന്ന് ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന സമൂഹമാണ്. കർഷക വിരുദ്ധ നിലപാടുകൾ തുടരുന്ന കേന്ദ്ര സർക്കാർ ചില മാധ്യമങ്ങളെ പണം കൊടുത്ത് കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. ജനിച്ചു വളർന്ന നാടിനെ താൽപര്യമില്ലാത്ത സംഘപരിവാറുകാർ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലതെന്നും ബജറ്റിൽ കേരളത്തോട് കാണിച്ച അവഗണന ചൂണ്ടിക്കാട്ടി ഇ.പി. പറഞ്ഞു. കേന്ദ്രം രണ്ട് സംസ്ഥാനങ്ങളിലെ ഭരണകക്ഷികളെ ഭയന്ന് മറ്റ് സംസ്ഥാനങ്ങളെ തമസ്കരിക്കുന്ന കാഴ്ചയാണ് ബജറ്റിൽ കണ്ടത്. കർഷകരോട് യുദ്ധം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ വിശ്വാസികൾക്ക് നേരെയും തിരിയും. പോലീസിനും പട്ടാളക്കാരനും RSS ആവാമെന്ന കേന്ദ്രത്തിന്റെ നിലപാടിലൂടെ രാജ്യത്തെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും ഇ.പി. ചോദിച്ചു. കർഷക മേഖലയിലെ വയോജനങ്ങൾക്കുള്ള ആനുകൂല്യവും തൊഴിലുറപ്പ് പദ്ധതിയും ഇല്ലാതാക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഇ.പി. ചൂണ്ടിക്കാട്ടി. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി. ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി, ജില്ലാ സെക്രട്ടറി എം. പ്രകാശൻ, NR സക്കീന, KC മനോജ്, CV മാലിനി തുടങ്ങിയവർ സംസാരിച്ചു. കോളയാടിൽ നിന്നും കാണാതായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോളയാട് മേനച്ചോടിയിലെ തയ്യൽ വീട്ടിൽ റിനിമോൻ യേശുരാജിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോളയാട് സെന്റ് കോർണേലിയൂസ് ദേവാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. തൊഴിലാളികൾ മൃതദേഹം കാണുമ്പോൾ അഴുകിയ നിലയിലാണ് ഉണ്ടായിരുന്നത്. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കണ്ണൂർ ക്യൂബ് ഫിലിം സൊസൈറ്റിയും പുകാസയും സംയുക്തമായി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 26, 27, 28 തീയതികളിൽ കണ്ണൂർ കേരള ബാങ്ക് ഹാളിലാണ് പ്രദർശനങ്ങൾ. 26-ന് വെള്ളിയാഴ്ച ചലച്ചിത്ര നിരൂപക ഡോക്ടർ അനു പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്യും. ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ക്യൂബ് ഫിലിം സൊസൈറ്റി കണ്ണൂരിൽ 28 വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ്. എല്ലാ വർഷവും ചലച്ചിത്ര മേളകൾ, ചലച്ചിത്ര ആസ്വാദന ക്യാമ്പുകൾ, കുട്ടികൾക്കായുള്ള പ്രത്യേക പാക്കേജുകൾ തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ ഇതിനകം ഫിലിം സൊസൈറ്റി അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ക്യൂബ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെയാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ 13ാമത് സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ നടക്കുന്നത്. അതുകൊണ്ട് ക്യൂബിൻ്റെ ഈ വർഷത്തെ ക്യൂബ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരോഗമന കലാസാഹിത്യ സംഘവുമായി ചേർന്ന്
സംയുക്തമായി വലിയ ജനപങ്കാളിത്തോടെ നടത്താനാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. പുരോഗമന കലാസാഹിത്യ സംഘം കൂടി ചേരുന്നു എന്നതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ സിനിമകളൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒരു പ്രത്യേക പാക്കേജിൻ്റെ ഭാഗമായി വെള്ളിത്തിരയിലെ സമരജ്വാലകൾ എന്ന പേര് നൽകിയിട്ടുള്ള സിനിമാ പ്രദർശനമാണ് 3 ദിവസങ്ങളിലായി 26, 27, 28 തീയതികളിലായി കണ്ണൂർ നടക്കുന്നത്. ഇതിൽ പ്രധാനമായും പ്രതിരോധം, സമരം, അതിജീവനം എന്ന പ്രമേയമുള്ള സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. വെള്ളിത്തിരയിലെ സമരജ്വാലകൾ എന്ന് പേരിട്ട ഫെസ്റ്റിവൽ പ്രതിരോധം, സമരം, അതിജീവനം എന്നിവ പ്രമേയമാക്കിയുള്ള ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. ഗോവ, തിരുവനന്തപുരം ചലച്ചിത്രമേളകളിൽ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ ചലച്ചിത്രങ്ങൾ മലയാളം സബ്ടൈറ്റിലൂടെ പ്രദർശിപ്പിക്കും. 27 വൈകുന്നേരം 5 മണിക്ക് ഓപ്പൺ ഫോറത്തിൽ ചലച്ചിത്ര നിരൂപകൻ VK ജോസഫ് ഉദ്ഘാടനം ചെയ്യും. EM അഷ്റഫ്, ഷെരീഫ് ഈസ, ഡോക്ടർ ജിനേഷ് കുമാർ എരമം, പ്രകാശ് വാടിക്കൽ, നിഷക C ചാലിൽ തുടങ്ങിയ പ്രമുഖ ചലച്ചിത്ര സംവിധായകരും നിരൂപകരും സംസാരിക്കും. 28 വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ചലച്ചിത്ര സംവിധായകൻ T ദീപേഷ്, നിരൂപകൻ P പ്രേമചന്ദ്രൻ എന്നിവർ പങ്കെടുക്കും. 27, 28 തീയതികളിൽ രാവിലെ കൃത്യം 9:30 ചലച്ചിത്ര പ്രദർശനം ആരംഭിക്കും. പ്രദർശനത്തിനുള്ള പ്രവേശനം സൗജന്യമായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ KV പ്രശാന്ത് കുമാർ, ഫെസ്റ്റിവൽ ഡയറക്ടർ P പ്രേമചന്ദ്രൻ, ജനറൽ കൺവീനർ രഘുനാഥൻ KP തുടങ്ങിയവരും പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭാരതീയ പട്ടികജന സമാജം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിനു മുമ്പിൽ ധർണ നടത്തി. സംസ്ഥാന പ്രസിഡന്റ് PK ബാബു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 5 വർഷക്കാലത്തിലധികമായി നമ്മുടെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ലംസം ഗ്രാന്റ്, സ്റ്റൈപ്പൻഡ്, ഹോസ്റ്റൽ ഫീസ് തുടങ്ങി ഗ്രാന്റ്സ് കൊടുക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഭാവി, തുടർ പഠനം, ജോലി സാധ്യത ഇതെല്ലാം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു പുതിയ സംവിധാനമാണ് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട എല്ലാ ഗ്രാന്റുകളും പ്രതിമാസം ആദ്യത്തെ ആഴ്ചയിൽ നൽകുക, ഈ ഗ്രാന്റ് കുടിശ്ശിക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുക, ഹോസ്റ്റൽ അലവൻസ് വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ നടത്തിയത്. വി കുഞ്ഞമ്പു മുട്ടം അധ്യക്ഷത വഹിച്ചു. ബി ദാമോദരൻ മാസ്റ്റർ, ഇ ഗോപാലൻ, കുമാരൻ ആലക്കോട്, കുഞ്ഞമ്പു കല്യാശ്ശേരി, പള്ളിപ്പുറം പ്രസന്നൻ, പത്മനാഭൻ മുറാഴ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാർത്തയിൽ ഒരിടവേള. ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർഷകരോട് BJPക്ക് പ്രതികാര മനോഭാവമെന്ന് EP ജയരാജൻ. ഇതിനുള്ള പ്രത്യക്ഷ ഉദാഹരണമാണ് ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റ്. നാടിനോട് കൂറില്ലാത്ത സംഘപരിവാറുകാർ ആത്മഹത്യ ചെയ്തതാണ് നല്ലത് എന്നും EP. കാർഷിക പുനരാവിഷ്കരണ പരിപാടി മഴപ്പൊലിമയുമായി അഴീക്കോട് ഗ്രാമപഞ്ചായത്ത്. ചേറാണ് ചോറ് ക്യാമ്പയിൻ ലക്ഷ്യം കാർഷിക സമൃദ്ധി തിരികെ കൊണ്ടുവരിക. പരിപാടി സംഘടിപ്പിക്കുന്നത് പാടശേഖര സമിതിയും വിവിധ സന്നദ്ധ സംഘടനകളും സംയുക്തമാണ്. ലോക മുങ്ങിമരണ നിവാരണ ദിനം. ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി വനിതകൾക്കായി കായൽ ക്രോസിംഗ് നടത്തി. നീന്തിക്കടന്നത് രാമന്തളി ഏറൻ പുഴ. നീന്തൽ പഠന വിഷയമാക്കിയാൽ ഒരു പരിധിവരെ മുങ്ങിമരണങ്ങൾ ഒഴിവാക്കാമെന്നും നിർദ്ദേശം. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വരുന്ന ഓണക്കാലത്ത് 1000 രൂപ വില വരുന്ന 22 നിത്യോപയോഗ സാധനങ്ങളടങ്ങിയ ഭക്ഷ്യക്കിറ്റ് വെറും 800 രൂപക്ക് റേഡ്കോ വിപണിയിലെത്തിക്കുമെന്ന് റേഡ്കോ കേരള ലിമിറ്റഡ് ചെയർമാൻ എം സുരേന്ദ്രൻ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കിറ്റ് വാങ്ങുന്നവർക്ക് കൂപ്പൺ വഴി സ്വർണ്ണ നാണയമടക്കം സമ്മാനങ്ങൾ ലഭിക്കും. പദ്ധതിയുടെ ഉദ്ഘാടനം ജൂലൈ 26 വൈകിട്ട് 3 മണിക്ക് കേരള ബാങ്ക് ഹാളിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. റേഡ്കോ ഫുഡ് പ്രൊഡക്ട്സ് ഗുണമേന്മയിലും രുചിയിലും വിട്ടുവീഴ്ച ചെയ്യാത്ത സഹകരണ സ്ഥാപനമാണ്. 10,000 പേർക്കെങ്കിലും തൊഴിൽ ലഭ്യമാക്കാനുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിതരണത്തിലുള്ള ബൃഹത് പദ്ധതി റേഡ്കോ ആവിഷ്കരിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ വീടുകളിലും റേഡ്കോ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തു വരുന്നു. സാധാരണ ഒരു വ്യക്തിക്ക് പ്രതിദിനം 1000 രൂപയെങ്കിലും വരുമാനമുണ്ടാക്കാൻ ഇതുവഴി കഴിയുമെന്നും ചെയർമാൻ പറഞ്ഞു. പുതിയ ഭരണസമിതി കഴിഞ്ഞ 15-ാം തീയതിയാണ് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. വിവിധ പരിപാടികളുമായി മുന്നോട്ട് പോയി സ്ഥാപനത്തെ അഭ്യുന്നതിയിലെത്തിക്കുക എന്നുള്ള സുപ്രധാനമായ ലക്ഷ്യമാണ് ഞങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത്. അതിന് ബഹുമുഖമായ ചില പ്രവർത്തനങ്ങൾ ഇതിനകം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. റേഡ്കോ 52 വർഷമായി കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും നിറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. കാർഷിക മേഖലയെ കൂടാതെ ഭക്ഷ്യ സംസ്കരണ മേഖലയിലും ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വളരെ മികവാർന്ന പ്രവർത്തനമാണ് സംഘടിപ്പിക്കുന്നത്. ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന അതിൻ്റെ ഉൽപ്പന്നങ്ങളെന്ന നിലക്ക് കഴിഞ്ഞ വർഷം മാധ്യമപ്രവർത്തകരുമായി ഞങ്ങളൊന്ന് സംവദിച്ചിരുന്നു. അത് പുതിയ ചില ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഇനിയിപ്പോൾ 100-ലധികം ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ റേഡ്കോവിനുണ്ട്. റേഡ്കോവിൻ്റെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ സംശുദ്ധവും മായം കലരാത്തതുമാണ്. അത് മാധ്യമ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം. പ്രത്യേകിച്ച് ഈ ആധുനിക കാലത്ത് വളരെയേറെ ആക്ഷേപങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒന്നാണ് ഈ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ മേഖല. ഈ ഉൽപ്പന്നങ്ങൾ 100 കമ്പോളത്തിൽ ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പരസ്യമൊന്നും വേണ്ടത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, അതിനുള്ള ശേഷി കുറവായതുകൊണ്ട് അതൊരു പ്രധാന പ്രശ്നമായിട്ട് ഞങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സിഇഒ വി രതീശൻ, എം ചന്ദ്രൻ, മാർക്കറ്റിംഗ് മാനേജർ ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പടിഞ്ഞാറെ ചാൽവയലിൽ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പാടശേഖര സമിതി, വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മഴപ്പൊലിമ സംഘടിപ്പിച്ചു. ചേറാണ് ചോറ് എന്ന പേരിൽ സംഘടിപ്പിച്ച കാർഷിക പുനരാവിഷ്കരണ ക്യാമ്പയിൻ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക ഉപജീവന മേഖലയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന കാർഷിക പുനരാവിഷ്കരണ ക്യാമ്പയിനാണ് മഴപ്പൊലിമ. കുടുംബശ്രീ, CDSകൾ, ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സംയുക്ത പരിപാടിയായാണ് മഴപ്പൊലിമ നടപ്പിലാക്കുന്നത്. കാർഷിക സമൃദ്ധി തിരിച്ചു കൊണ്ടുവരുന്നതിന് മഴപ്പൊലിമ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക, തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. അഴീക്കോട് പഞ്ചായത്തിൽ ഓരോ വാർഡിലും 20ഓളം കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുണ്ട്. 200ഓളം മെമ്പർമാരുള്ള സന്നദ്ധ സംഘടനയാണവ. എങ്കിലും കൃഷി ഇറക്കുന്നതിലും പരിപാലിക്കുന്നതിലും വളരെ പിറകിലാണ്. ഈ പരിപാടിയിലൂടെ ചേറാണ് ചോറ് എന്ന വാക്യത്തിന് വളരെയധികം അർത്ഥമുണ്ട്. ചെളി ചവിട്ടാൻ പ്രയാസപ്പെടുന്ന കാലഘട്ടത്തിലാണ് പുതിയ തലമുറയിലെ നമ്മൾ ചെളി പുരണ്ട ജീവിതം നയിച്ചാണ് പഴയ തലമുറ നമ്മളെ മുന്നോട്ട് നയിച്ചതെന്ന ഓർമ്മപ്പെടുത്തലും ഉദ്ഘാടന പ്രസംഗത്തിൽ കെ അജീഷ് പറഞ്ഞു. ഉള്ള സ്ഥലങ്ങൾ നമുക്ക് ഈ മേഖലയിലേക്ക് ഇപ്പോൾ കുറേ സ്ഥലങ്ങൾ നമ്മൾ അഴീക്കോട് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ തരിശായി കിടക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. നമ്മുടെ പ്രദേശത്ത് പരിശോധിച്ച് നോക്കിയാൽ തരിശ് നിലങ്ങളുണ്ട്. ആ തരിശ് നിലങ്ങൾ നമുക്ക് കൃഷിയിടമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് സ്വകാര്യ വ്യക്തികളുടെ നിന്ന് നമുക്കറിയാം. കഴിഞ്ഞ ഗവൺമെൻറ്റൊക്കെ ഇതിന് ശക്തമായ ഇടപെടൽ നടത്തിയിരുന്നു, തരിശ് ഭൂമി കൃഷിയിടമാക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു സജീവത കുറവുകൊണ്ടാണ് അത് ആ രീതിയിലേക്ക് വരാതിരുന്നത്. പക്ഷെ അത് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് വീണ്ടും ഈ മേഖലയിലേക്ക് നമ്മളല്ലെങ്കിൽ ഈ ഏതെങ്കിലും ഒരു ബസ് സമരം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു വാഹന സമരം ഉണ്ടായാൽ നമ്മൾ കേരളം പട്ടിണിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം വരും. അതില്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ ഉൽപാദന രംഗത്ത് നമ്മുടെ സംസ്ഥാനം
മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ അഴീക്കോട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനം അഴീക്കോട് തന്നെ വിറ്റഴിക്കാനുള്ള ഒരു സാഹചര്യം കൂടി നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കണം. അതൊരു സംവിധാനം മാത്രം പോരാ, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഇതിന് സഹായിച്ചാൽ മാത്രമേ നമുക്ക് ഈ മേഖലയിൽ ഉൽപാദന രംഗത്ത് സജീവപ്പെടുത്താൻ നമുക്ക് സാധിക്കൂ. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ്, കൃഷി ഓഫീസർ റമീസ, കുടുംബശ്രീ ജില്ലാ മിഷൻ ADMC ദീപ എന്നിവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ പ്രീത CP, പാടശേഖര സമിതി സെക്രട്ടറി സുനിൽ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വയലിൽ നിന്നും വിവിധ കലാപരിപാടികൾ നടത്തുകയും ഞാറ് നടുകയും ചെയ്തു. കേരളം വീണ്ടും കൃഷിയെ നെഞ്ചോട് ചേർക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ കാഴ്ച നമ്മൾ കാണുമ്പോഴും ഇപ്പോൾ അഴീക്കോട് പഞ്ചായത്ത് ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നത്? ഇത് കുടുംബശ്രീയോട് കൂടി ചേർന്നിട്ടുള്ള ഒരു സംരംഭമല്ലേ? തീർച്ചയായും ഇത് നമ്മുടെ കുടുംബശ്രീ ഈ കാർഷിക മേഖലയിൽ തിരിച്ചുവരവ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. മഴപ്പുലിമ എന്നുള്ള പേരിൽ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം ഇത് കാസർഗോഡ് ജില്ലക്കകത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. തിരിച്ച് അത് നമ്മുടെ കണ്ണൂർ ജില്ലാ മിഷൻ ഇത് ഏറ്റെടുക്കുകയും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ചേർന്ന് CDSും അതുപോലെ തന്നെ കൃഷി വകുപ്പും അതുപോലെ പാടശേഖര സമിതി, കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട അനുബന്ധ ഒരുപാട് കമ്മിറ്റികളുണ്ട്, കർമ്മസമിതി. അപ്പോൾ അവരുടെയൊക്കെ സംയുക്ത നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തത്. നമുക്കറിയാം, ഇപ്പം അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് നെൽകൃഷിയിലും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയിലും കണ്ണൂർ ബ്ലോക്കിൽ തന്നെ നല്ല രീതിയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. അപ്പം ഇന്നത്തെ ഈ ഒരു പരിപാടിയുടെ കാതലായ ഒരു ലക്ഷ്യം തന്നെ നമ്മുടെ പഞ്ചായത്തിൽ തരിശായി കിടക്കുന്ന നിലങ്ങൾ നമ്മൾ കണ്ടെത്തി അത് നമ്മൾ കൃഷിയോഗ്യമാക്കുക. നമുക്ക് ഒരുപാട് കൃഷിയോഗ്യമായ വയലുകളുണ്ട്. അപ്പം കൂടുതലായി നമ്മളുടെ ആ ഒരു പഴയ പെരുമ നിലനിർത്തുക എന്ന രീതിയിലേക്ക് പുതിയ ആൾക്കാരെയും അതുപോലെ തന്നെ വളണ്ടിയർ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക കർമ്മസേന, അങ്ങനെ കൃഷിയുമായി സഹകരിക്കാൻ സാധ്യതയുള്ള എല്ലാ ഗ്രൂപ്പുകളെയും ചേർത്തുകൊണ്ട് പഞ്ചായത്ത് തലത്തിൽ നമ്മൾ തരിശ് മുക്തമാക്കുക എന്നൊരു രീതിയിലേക്ക് വരികയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രാരംഭമായിട്ടുള്ള നടപടികളും ആലോചനകളും നടന്നു വരുന്നു. അപ്പം അത് വിജയത്തിലെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കൃഷി ഒരു ഹരമാകട്ടെ, ആ ഹരം നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമാകട്ടെ. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സംഘടിത സർവീസ് മേഖലയിലെ പ്രസ്ഥാനങ്ങൾ, തൊഴിൽ മേഖലയിലെ പ്രസ്ഥാനങ്ങളെല്ലാം മറ്റിതര മേഖലകളെ അപേക്ഷിച്ച് ഒരുപാട് മുന്നിലാണ്. അവകാശ സമരങ്ങൾക്ക് വേണ്ടി പ്രക്ഷോഭ സമരത്തിലൂടെ, നിരവധി ത്യാഗത്തിലൂടെ നേടിയെടുത്ത നിയമനിർമ്മാണങ്ങൾക്കനുസൃതമായ സംവിധാനത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ആ നിയമനിർമ്മാണങ്ങൾ ഉണ്ടായിട്ടും ഇത് നിഷേധിക്കുന്നു എന്നുള്ളതാണ് ഏവരെയും ആശങ്കപ്പെടുത്തുന്നത്. കേരള ഗസറ്റഡ് ഓഫീസർ ഫെഡറേഷൻ്റെ ഒരു സമരം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇതോടൊപ്പം ഒരു മുദ്രാവാക്യമുണ്ട്. അത് കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കടുത്ത സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കണമെന്നാണ്. അത് ഗസറ്റഡ് ഓഫീസർമാരുടെ ആവശ്യമല്ല, കേരളത്തിൻ്റെ ആവശ്യമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ മുദ്രാവാക്യം. 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച്. ഡോക്ടർ VR സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ EV നൌഫൽ മുഖ്യപ്രഭാഷണം നടത്തി. KK ആദർശ്, വി രാധാകൃഷ്ണൻ, നാരായണൻ കുഞ്ഞിക്കണ്ണോത്ത്, ഡോക്ടർ കിരൺ വിശ്വനാഥ്, ഷീന വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. BSNL എക്സ്ക്ലൂസീവ് ടെലികോം ഇൻഫ്രാ പ്രൊവൈഡേഴ്സ് അസോസിയേഷൻ ബീറ്റ 2ാം സംസ്ഥാന സമ്മേളനം ജൂലൈ 26, 27 തീയതികളിൽ കണ്ണൂരിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ പ്രസ് ക്ലബിൽ അറിയിച്ചു. BSNLന്റെ അതിവേഗ ഇന്റർനെറ്റ് സേവനമായ ഫൈബർ ടു ദി ഹോം FTTH കണക്ഷനുകൾ മാത്രം കൊടുക്കുന്ന ഫ്രാഞ്ചൈസികളുടെ കൂട്ടായ്മയാണ് ബീറ്റ. 27-ന് കാട്ടാമ്പള്ളി കൈരളി ഹെറിറ്റേജിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. 26-ന് BSNL ഭവനിൽ രാവിലെ 9 മുതൽ സ്റ്റേറ്റ് കൗൺസിൽ യോഗവും ഉച്ചയ്ക്ക് 2-ന് സെമിനാറും നടക്കും. KV സുമേഷ് MLA അധ്യക്ഷത വഹിക്കും. നിയമസഭാ സ്പീക്കർ AN ഷംസീർ മുഖ്യപ്രഭാഷണം നടത്തും. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. ഇന്ന് കുറഞ്ഞ പണത്തിന് കൂടുതൽ സ്പീഡ് നൽകുന്ന FTTH പ്ലാനുകൾ BSNLന്റേതായിട്ടുണ്ട്. സൗജന്യ ടെലിഫോൺ സൗകര്യങ്ങളും ലഭ്യമാണ്. BSNL കോൾ നെറ്റ്വർക്കുകളും ഉപകരണങ്ങളും ബില്ലിംഗ് സിസ്റ്റവും ഒക്കെ നവീകരിച്ച് വലിയൊരു മാറ്റത്തിന്റെ പാതയിലാണ് ഇന്നുള്ളതെന്നും സംഘാടകർ പറഞ്ഞു.
സംഘടന ഇപ്പം 3 വർഷത്തിലേക്ക് കടക്കാണ്. BSNLന്റെ അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ജനങ്ങളിലേക്ക്, പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിശ്രമത്തിലാണ് ഓരോ മീറ്റ് അംഗങ്ങളും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പഴയ കോപ്പർ കേബിളുകൾ ഇപ്പം അത് BSNL ആ ഒരു പ്രൊജക്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പം ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് തന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അപ്പം BSNL ഈ ഒപ്റ്റിക്കൽ ഫൈബർ ഡിസ്ട്രിബ്യൂഷൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം സെറ്റ് ചെയ്താണ് എക്സ്ക്ലൂസീവ് എന്നുള്ള ഒരു ഫോം. എക്സ്ക്ലൂസീവ് എന്നുള്ള ഫോമിൽ വന്നതാണ് എക്സ്ക്ലൂസീവ് LCO ലോക്കൽ കേബിൾ ഓപ്പറേറ്റർ എക്സ്ക്ലൂസീവ് ആയിട്ട് BSNLന്റെ കണക്ഷൻ മാത്രം കൊടുക്കുന്ന ആൾക്കാർ. അപ്പം അവരുടെ കേരളത്തിലുള്ള കൂട്ടായ്മയുടെ പേരാണ് ബീറ്റയുടെ സംസ്ഥാന സമ്മേളനം ഇവരുടെ 26-27 തീയതികളിൽ കണ്ണൂർ കാട്ടാമ്പള്ളി റിസോർട്ടിൽ വെച്ച് നടക്കുകയാണ്. വിവിധ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ അതിൽ പങ്കുചേരുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ ഹരിപ്രസാദ് M, വർക്കിംഗ് ചെയർമാൻ ശ്രീകാന്ത് CP, തമ്പാൻ K, താരിഖ് അഞ്ചില്ലത്ത്, പുഷ്പവല്ലി MV തുടങ്ങിയവരും പങ്കെടുത്തു. കുറുവ UP സ്കൂളിൽ സയൻസ് ക്ലബിന്റെയും സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെയും നേതൃത്വത്തിൽ ചാന്ദ്ര വിജയദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ലാസ് സംഘടിപ്പിച്ചു. കണ്ണൂർ നോർത്ത് മുൻ AEOയും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റുമായ KP പ്രദീപ് കുമാർ ക്ലാസ് നയിച്ചു. കുറുവ പ്രദേശത്തെ മണ്ണിലെ ജൈവാംശം അപ്പൊ ഇത്തരത്തിൽ പ്രോജക്റ്റിന് പേര് കൊടുക്കുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് ഒരാൾ പേര് കേട്ടാൽ തന്നെ എന്താണ് നിങ്ങൾ പഠിച്ചതെന്ന് മനസ്സിലാക്കണം കേട്ടോ. അതുകൊണ്ട് നെല്ലിന്നൊന്നും പേരിടാൻ പാടില്ല. നെല്ലിന്ന് മാത്രമല്ല, നെല്ലില് സമീകൃത ആഹാരം എന്ന് മാത്രം പേരിടാൻ പാടില്ല കേട്ടോ. കൃത്യമായിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം പേര്. അതിന് പേര് വലിയ പ്രാധാന്യമുണ്ട് പ്രോജക്റ്റിൽ. പ്രോജക്റ്റ് ഇട്ടതിന് ശേഷം പ്രോജക്റ്റിന്റെ 1ാമത്തെ പേജിൽ പ്രോജക്റ്റിന്റെ പേരിൽ എഴുതാം. നിങ്ങളുടെ പേരിലേക്ക് താഴെ എഴുതാം. 2ാമത്തെ പേജിൽ ഒരു ഭാഗത്ത് മാത്രമായിട്ട് എഴുതാനല്ലേ, A4 ഷീറ്റിൽ ഒരു ഭാഗത്ത് മാത്രമായിട്ട് എഴുതാം. 2ാമത്തെ പേജിൽ വേണമെങ്കിൽ ഇതേപോലെ SRG കൺവീനർ CC സവിത, സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് കൺവീനർ M ഷബൂന എന്നിവർ സംസാരിച്ചു. സയൻസ് ക്ലബ്ബ് കൺവീനർ ആത്മഹർഷ, സ്റ്റാഫ് സെക്രട്ടറി K മുകേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ചാന്ദ്ര വിജയ ദിനവുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ നിരവധി പരിപാടികളാണ് സ്കൂളിൽ സയൻസ് ക്ലബിന്റെയും സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെയും നേതൃത്വത്തിൽ നടന്നത്. ചാന്ദ്രദിന ക്വിസ് മത്സരം, പോസ്റ്റർ രചനാ മത്സരം എന്നിവ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തി. ശ്രീകണ്ഠാപുരം SES കോളേജും ശ്രീകണ്ഠാപുരം റേഞ്ച് ഓഫീസും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പ്രിവന്റീവ് ഓഫീസർ രഞ്ജിത് കുമാർ PA ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് കൈകാര്യം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ശ്രീകണ്ഠാപുരം എക്സൈസ് ഓഫീസിന്റെ നേതൃത്വത്തിൽ ഏകപാത്ര നാടകമായ രസതന്ത്രം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PC പ്രഭുനാഥ് അവതരിപ്പിച്ചു. കോളേജ് ക്ലബ് കൺവീനർ ഡോക്ടർ സുനിത ജോസഫ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PC വാസുദേവൻ, ഡോക്ടർ സജേഷ് TK, ആദിത്യൻ തിരുമന, ഡോക്ടർ സൗമ്യ മരിയ എന്നിവർ സംസാരിച്ചു. കോളേജ് വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം 300 പേർ പരിപാടിയിൽ പങ്കെടുത്തു. ഇനി വാർത്തയിൽ ഒരിടവേള. ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർഷകരോട് BJPക്ക് പ്രതികാര മനോഭാവമെന്ന് EP ജയരാജൻ. ഇതിനുള്ള പ്രത്യക്ഷ ഉദാഹരണമാണ് ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റ്. നാടിനോട് കൂറില്ലാത്ത സംഘപരിവാറുകാർ ആത്മഹത്യ ചെയ്തതാണ് നല്ലത് എന്നും EP. കാർഷിക പുനരാവിഷ്കരണ പരിപാടി മഴപ്പൊലിമയുമായി അഴീക്കോട് ഗ്രാമപഞ്ചായത്ത്. ചേറാണ് ചോറ് ക്യാമ്പയിൻ ലക്ഷ്യം കാർഷിക സമൃദ്ധി തിരികെ കൊണ്ടുവരിക. പരിപാടി സംഘടിപ്പിക്കുന്നത് പാടശേഖര സമിതിയും വിവിധ സന്നദ്ധ സംഘടനകളും സംയുക്തമാണ്. ലോക മുങ്ങിമരണ നിവാരണ ദിനം. ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി വനിതകൾക്കായി കായൽ ക്രോസിംഗ് നടത്തി. നീന്തിക്കടന്നത് രാമന്തളി ഏറൻപുഴ. നീന്തൽ പഠന വിഷയമാക്കിയാൽ ഒരു പരിധിവരെ മുങ്ങിമരണങ്ങൾ ഒഴിവാക്കാമെന്നും നിർദ്ദേശം. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing.
പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്. ലോക മുങ്ങിമരണ നിവാരണ ദിനാചരണത്തോടനുബന്ധിച്ച് ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയുടെ നേതൃത്വത്തിൽ 5 വനിതകൾ കായൽ ക്രോസിംഗ് നടത്തി. കവായ് കായലിന്റെ ഭാഗമായുള്ള 1 കിലോമീറ്ററോളം വിസ്തൃതിയുള്ള രാമന്തളി ഏറൻ പുഴയാണ് ഈ യുവതികൾ നീന്തിക്കടന്നത്. ജൂലൈ 25 മുങ്ങിമരണ നിവാരണ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് നീന്തൽ പഠിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. കായൽ നീന്തിക്കയറിയെത്തിയ വനിതകളെ രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ അനുമോദിച്ചു. ലോക മുങ്ങിമരണ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജൂലൈ 25 നമ്മൾ ആ ഒരു ദിനം ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരു പരിപാടി എന്ന നിലയിലേക്ക് നമ്മൾ 5 വനിതകൾ നമ്മുടെ കൗവായിപ്പുഴ നീന്തി കയറിയിരിക്കുകയാണ്. വനിതകളെ ഈ ഒരു നിലയിലേക്ക് നീന്തൽ പരിശീലനം കൊടുത്തുകൊണ്ട് നമുക്കറിയാം ഒരുപാട് അപകടങ്ങൾ വരുമ്പോൾ നമുക്ക് നിസ്സഹായരായി നോക്കി നിൽക്കുന്ന നിലയിലേക്ക് നമ്മളെല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ സ്വയം ഒരു രക്ഷ, അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് ഏത് നിലയിൽ ഇടപെടണം, ആ ഒരു നിലയിലേക്ക് സഹായിക്കാൻ പറ്റുന്ന നിലയിലേക്കുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കൂടി ഈ നീന്തൽ പരിശീലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാൾസാട്ടം ഏറ്റവും നല്ല ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ജൂലൈ 25 ലോക മുങ്ങിമരണ നിവാരണ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് നീന്തൽ പഠിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. പ്രതിവർഷം 3500 മുതൽ 4000 വരെ ജീവനുകളാണ് ജല അപകടങ്ങളിൽ പൊലിയുന്നതെന്നും എല്ലാവരും സ്വയരക്ഷയ്ക്കും പരിരക്ഷയ്ക്കും നീന്തൽ പഠിച്ചാൽ വലിയൊരളവ് വരെ ഇത്തരം ജല അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്നും പരിപാടിക്ക് നേതൃത്വം നൽകിയ നീന്തൽ പരിശീലകൻ ചാൾസൺ ഏഴിമല പറഞ്ഞു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ബോട്ട് കൊണ്ടുള്ള അപകടങ്ങളുള്ള മരണങ്ങൾ ധാരാളം വരുന്നുണ്ട്. എന്നിരുന്നു കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അക്കാദമി ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മളിവിടെ ഒരു കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്, പക്ഷേ അതിനുശേഷം നമ്മൾ 8.5 തികയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോമീറ്ററോളം അധികം ചെയ്തു 1.5 കിലോമീറ്ററോളം ദൂരം നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റി. ഈ ബോട്ട് ജെട്ടി മുതൽ അങ്ങേ അറ്റം വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് നാവൽ അക്കാദമിയുടെ ഭാഗമായിട്ട് ഡ്രഡ്ജ് ചെയ്ത് ആഴം കൂട്ടിയൊരു സ്ഥലമാണ്. എന്നാൽ അതിന് അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ, വടക്കോട്ട് മാറിക്കഴിഞ്ഞാൽ ആഴം കുറഞ്ഞ പ്രദേശമാണ്. നമ്മൾ ഈ ആഴം കൂടിയ സ്ഥലത്ത് കൂടി അങ്ങോട്ട് പോകാൻ ഒരുങ്ങിയപ്പോൾ ഇവരിൽ പലരും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേ പേടിച്ചു, നടക്കുമോ എന്നുള്ള ആശങ്കയിലായിരുന്നു. ഞാൻ പറയുന്നത് നീന്തി കയറി കഴിയുമ്പോൾ ഇത് പറയണം എല്ലാവരും. അപ്പോൾ ഇപ്പം ചുരുക്കം പറയാൻ നീന്തി കയറി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം എന്നുള്ളത് മാത്രമല്ല, ഇനിയും ഒരു പ്രാവശ്യം കൂടി അക്കരയ്ക്ക് പോയിട്ട് ഇക്കരയ്ക്ക് വരണം എന്നുള്ളൊരു നിലവാരത്തിലേക്ക് മാറിയിട്ടുണ്ട്.
കായൽ നീന്തിക്കയറിയെത്തിയ വനിതകളെ രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ അനുമോദിച്ചു. പെരളശ്ശേരിയിലെ ഷൈജീന, പാപ്പിനിശ്ശേരിയിലെ കരിക്കൽകുളത്തെ രാഖി, ചക്കരക്കല്ലിലെ ദിൽഷ സിജിൽ, കടമ്പൂരിലെ അപർണ പ്രവീൺ, മുഴപ്പിലങ്ങാടിലെ വിൻഷ ശരത് എന്നിവരാണ് ബോധവൽക്കരണ ട്രയൽ ക്രോസിംഗിൽ പങ്കെടുത്തത്. ഇവരുടെ സുരക്ഷയ്ക്കായി ലൈഫ് ഗാർഡുകളും ഉണ്ടായിരുന്നു. 2021 ഏപ്രിൽ ജനറൽ അസംബ്ലി പ്രമേയം പാസാക്കിയതിലൂടെയാണ് ലോക മുങ്ങിമരണ നിവാരണ ദിനാചരണം തുടങ്ങിയത്. ഐഡിയൽ റിലീഫ് വിങ് IRW കേരളയുടെ ആഭിമുഖ്യത്തിൽ ലോക മുങ്ങിമരണ ലഘൂകരണ ദിനമായ ജൂലൈ 25-ന് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തെ 100 കേന്ദ്രങ്ങളിൽ ജീവൻ ജലരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കും. ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന്റെ ജില്ലാതല ഉദ്ഘാടനം പുല്ലൂപ്പിക്കടവിൽ 25-ന് ഡെപ്യൂട്ടി കളക്ടറും ATM ആയ നവീൻ ബാബു കെ നിർവഹിക്കും. നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ, വാർഡ് മെമ്പർ മെഹ്റാബി ടീച്ചർ തുടങ്ങിയവരും പങ്കെടുക്കും. IRW സ്റ്റേറ്റ് ഗവേണിംഗ് ബോഡി മെമ്പർ മുഹമ്മദ് അഷ്റഫ്, ജില്ലാ ലീഡർ മുഹമ്മദ് ഷഫീഖ് എന്നിവർ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകും. അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ, പകർച്ചവ്യാധികളും മാറാരോഗങ്ങളും, നിരന്തരമുണ്ടാകുന്ന റോഡ് അപകടങ്ങൾ, അപൂർവമായി സംഭവിക്കാറുള്ള കലാപങ്ങൾ തുടങ്ങി ജനജീവിതം ദുരിതമാകുമ്പോൾ രക്ഷകരായി താങ്ങും തണലും തുണയും സാന്ത്വനവുമേകാൻ രൂപീകൃതമായ സന്നദ്ധ സേവന കൂട്ടായ്മയാണ് ഐഡിയൽ റിലീഫ് എന്നും ഭാരവാഹികൾ പറഞ്ഞു. മുങ്ങിമരണമുണ്ടാകുന്ന കാരണങ്ങൾ, മുങ്ങിമരണം കുറച്ചു കൊണ്ടുവരാനുള്ള ബോധവൽക്കരണങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ലോക്കലായിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇംപ്രവൈസ്ഡ് ഫ്ലോട്ടിംഗ് ഉപകരണങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സ്റ്റാൻഡേർഡ് ഫ്ലോട്ടിംഗ് ഡിവൈസുകൾ, ഇതൊക്കെ പൊതുജനങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇതിന്റെ ഭാഗമായിട്ട് കണ്ണൂർ ജില്ലയിൽ ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്നത് പുല്ലൂപ്പിക്കടവിലാണ്, കണ്ണാടിപ്പറമ്പ് പുല്ലൂപ്പിക്കടവിലാണ്. അതിൽ നമ്മുടെ ADM ശ്രീ നവീൻ ബാബു കെ ആണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ രമേശൻ, അതുപോലെ തന്നെ ആ പുല്ലൂപ്പിക്കടവിലെ ഏരിയ ഉൾക്കൊള്ളുന്ന വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീ മെഹ്റാബി ടീച്ചർ, നമ്മുടെ ജില്ലാ നേതാക്കൾ സംബന്ധിക്കുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ലീഡർ മുഹമ്മദ് ഷെരീഫ്, അബ്ദുൾ ജബ്ബാർ, അബ്ദുൾ മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു. നടുവിൽ പഞ്ചായത്തിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ മിന്നൽ പരിശോധന. നിരോധിത ഫ്ലക്സുകൾ പിടികൂടി. കരുവഞ്ചാലിലെ സന്ദേശ് ഡിജിറ്റൽ ആൻഡ് ഫ്ലക്സ് എന്ന സ്ഥാപനത്തിന് 10,000 രൂപ പിഴ ചുമത്തി. തുടർ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. സ്ഥാപനത്തിന്റെ പ്രിന്റിംഗ് യൂണിറ്റിൽ നിന്നും 38 റോൾ നിരോധിത ഫ്ലക്സ് സ്ക്വാഡ് പിടിച്ചെടുത്തിട്ടുണ്ട്. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീം ലീഡർ അഷറഫ് PP, എൻഫോഴ്സ്മെന്റ് ഓഫീസർ രഘുവരൻ, സ്ക്വാഡ് അംഗം നിതിൻ വത്സലൻ, ദിബിൻ CK, നടുവിൽ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പൊന്നപ്പൻ എന്നിവരും പങ്കെടുത്തു. 1967 മുതൽ 1975 വരെയുള്ള തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഗോൾഡൻ സർസൈദിയൻസ് GSSന്റെ നേതൃത്വത്തിൽ റാങ്ക് ജേതാക്കളെ അനുമോദിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റാങ്ക് ജേതാക്കളെ ആദരിക്കൽ ചടങ്ങ് ജൂലൈ 27 ശനിയാഴ്ച കണ്ണൂർ റേഞ്ച് DIG തോംസൺ ജോസ് ഉദ്ഘാടനം ചെയ്യും. സർ സെയ്ദ് കോളേജിലെ ഒരു കാലഘട്ടത്തിലുള്ള 69 മുതൽ 75 വരെയുള്ള വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയാണ് GSS ഗോൾഡൻ സർസേദിയൻസ്. വ്യക്തമായിട്ടുള്ള ഒരു ഭരണഘടന വെച്ച് പ്രവർത്തിക്കുന്ന ഈ സംഘടന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മറ്റുമൊക്കെ വളരെ സജീവമാണ്. എല്ലാ വർഷവും സർ സെയ്ദിൽ പഠിച്ചു വരുന്ന റാങ്ക് നേടിയ റാങ്ക് ജേതാക്കൾക്ക് ക്യാഷ് അവാർഡ് മൂവ്മെൻറ്റും കൊടുത്ത് അവരെ ആദരിക്കുന്ന ഒരു പരിപാടി എല്ലാ വർഷവും നടത്തി വരുന്നുണ്ട്. ഈ വർഷത്തെ പരിപാടി 27-ാം തീയതി ശനിയാഴ്ച നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് ബിൽഡിങ്ങിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. DIG കണ്ണൂർ റേഞ്ച് DIG തോംസൺ ആണ് ഉദ്ഘാടനം ചെയ്യുന്നതും അവാർഡുകൾ വിതരണം ചെയ്യുന്നതും. അതിനുശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമവും അതേ ഹാളിൽ വെച്ച് നടക്കുന്നതാണ്. ചേംബർ ഓഫ് കോമേഴ്സ് വെച്ചിട്ടാണ് നടക്കുന്നത്. അതിൽ സർ സെയ്ദ് കോളേജിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുക്കുന്നതാണ്.
കോളേജിന്റെ സ്ഥാപക പ്രിൻസിപ്പലായിരുന്ന പ്രൊഫസർ SVP കുഞ്ഞ് അഹമ്മദിന്റെ പേരിലാണ് അവാർഡും മൊമന്റോയും നൽകുന്നത്. തുടർന്ന് നടക്കുന്ന പൂർവ്വകാല വിദ്യാർത്ഥി സംഗമത്തിൽ സർ സയ്യിദ് കോളേജിന്റെ അഭിമാനമായ PK കുഞ്ഞാലിക്കുട്ടി MLAയും പങ്കെടുക്കും. സംഘടനയുടെ കീഴിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സതീർത്ഥ സംഗമങ്ങളും നടത്തിവരുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി വൈസ് ചെയർമാൻ EK ഹമീദ്, M അബ്ദുള്ള, PV രമാദേവി, KTP ഇബ്രാഹിംകുട്ടി തുടങ്ങിയവരും പങ്കെടുത്തു. ഇനി സ്വർണ്ണ വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 6495 രൂപ, പവന് 51,960 രൂപ, വെള്ളി 92 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർഷകരോട് BJPക്ക് പ്രതികാര മനോഭാവമെന്ന് EP ജയരാജൻ. ഇതിനുള്ള പ്രത്യക്ഷ ഉദാഹരണമാണ് ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റ്. നാടിനോട് കൂറില്ലാത്ത സംഘപരിവാറുകാർ ആത്മഹത്യ ചെയ്തതാണ് നല്ലത് എന്നും EP. കാർഷിക പുനരാവിഷ്കരണ പരിപാടി മഴപ്പൊലിമയുമായി അഴീക്കോട് ഗ്രാമപഞ്ചായത്ത്. ചേറാണ് ചോറ് ക്യാമ്പയിൻ ലക്ഷ്യം കാർഷിക സമൃദ്ധി തിരികെ കൊണ്ടുവരിക. പരിപാടി സംഘടിപ്പിക്കുന്നത് പാടശേഖര സമിതിയും വിവിധ സന്നദ്ധ സംഘടനകളും സംയുക്തമാണ്. ലോക മുങ്ങിമരണ നിവാരണ ദിനം. ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി വനിതകൾക്കായി കായൽ ക്രോസിംഗ് നടത്തി. നീന്തിക്കടന്നത് രാമന്തളി ഏറൻ പുഴ. നീന്തൽ പഠന വിഷയമാക്കിയാൽ ഒരു പരിധിവരെ മുങ്ങിമരണങ്ങൾ ഒഴിവാക്കാമെന്നും നിർദ്ദേശം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.